എന്താ ഭാസ്കരേട്ടാ വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. 24 ന്യൂസ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 24 ന്യൂസ് മലയാളം BJP ചാനലാണോ? 24 ന്യൂസ് പത്രം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ കണ്ട് രേഖകൾ പരിശോധിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യാജമാണെന്ന് ഓൺ റിപ്പോർട്ട് ഇറക്കിയല്ലോ. നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല. നിങ്ങൾ കാണാത്തോണ്ടാണ് നിങ്ങൾ വിലക്കെടുത്തെന്ന് പറയുന്നത്. ഒരു പേപ്പറും വായിക്കൂല, വെറുതെ ഇങ്ങനെ മുടിയും വെട്ടി ഷേവും ചെയ്തിട്ട് നടക്കും. ഇന്ത്യൻ എക്സ്പ്രസ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനും അവരുടെ മിഷനായിട്ട് അവരെടുത്തതിന് ശേഷം പോയതിനു ശേഷം അവരുടെ റിപ്പോർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ വാർത്തകളെല്ലാം തെറ്റ്. ഇതുമായി ബന്ധപ്പെട്ട കേസിന് രാഹുൽ ഗാന്ധി പോകാത്തത് അതുകൊണ്ട് ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ വന്ന് ഇത് ഹാക്ക് ചെയ്തിട്ട് പോകൂ എന്ന് പറഞ്ഞു. ഇത് ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ കുഞ്ഞ് നാളെ ഇതുവരെ അവിടെ ഒരു എഞ്ചിനീയറെ കൊണ്ടുപോയിട്ട് ഇത് ഹാക്ക് ചെയ്തിട്ടില്ല. എന്താ പറ്റാത്തേ സാറേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പക്ഷെ ഇതിങ്ങനെ കാണിച്ചു തന്നിട്ടില്ലേ? എവിടെ കാണിച്ചു? വിവരമില്ലാതെ പറയരുത്. എന്റെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ ഹാക്ക് ചെയ്യാനായിട്ട് ഞാൻ ഹാക്കത്തോൺ വെച്ചാൽ നിങ്ങളുടെ ഇരിക്കുന്ന ഫോൺ അല്ല ഹാക്ക് ചെയ്ത് കാണിക്കേണ്ടത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കൈപ്പത്തി കുത്തുമ്പോ ഈ താമര ചിഹ്നത്തിലേക്ക് വോട്ട് പോകുന്ന ആ സാങ്കേതിക വിദ്യ ആരാ ഉണ്ടാക്കി? ആ സാങ്കേതിക വിദ്യ എവിടെ വന്നേ? അതല്ല ഉദ്ദേശം. പിന്നെ ചൂടാണ്ട് ഇല്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ ചർച്ച തുടങ്ങി ഇതുവരെയും നിങ്ങൾ പറയുന്നത് വിഡ്ഢിത്തമാണ്. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്നത് വിവരക്കേടാണ്. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? ഒരു സക്സസ്ഫുൾ കേസ്, ചിഹ്നം മാറിപ്പോയത് ഉണ്ടായ ഒരൊറ്റ സക്സസ്ഫുൾ കേസ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്ന പറയാം ഒരെണ്ണം. നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യാണ് ഈ ഫ്ലോറിൽ വെച്ചിട്ട്. തീർച്ചയായും ഒരു കേസ് പറയാം. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട്. അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട് സാർ, അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയ കൊള്ളാം. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോ അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ യൂട്യൂബിൽ കാണുന്ന അസംഖ്യം വീഡിയോകൾ നിങ്ങൾ കണ്ടല്ലോ. കേക്കൂ. സ്വന്തമായി വോട്ടിംഗ് മെഷീൻ നിങ്ങൾക്ക് വാങ്ങാം. സ്വന്തമായി വോട്ടിംഗ് മെഷീൻ വാങ്ങിയതിനു ശേഷം നിങ്ങൾ അതിനെ ഹാക്ക് ചെയ്ത് കാണിക്കുന്നു. ശരി, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചലഞ്ച് എടുത്തിട്ട് നിങ്ങൾ ഈ ആളെ കൊണ്ട് അവിടെ പോകാത്ത? എന്താ അതിന്റെ ന്യായം പറഞ്ഞാൽ മതി. ഷാഹുൽ, ആ ന്യായം പറഞ്ഞാൽ മതി. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു നീ വെച്ചേ? ഉരുളുന്നു. അല്ല, പ്രേക്ഷകർ ഇത് കാണുക. പ്രേക്ഷകർ കാണുക. ഷാഹുൽ ഇത് കട്ട് ചെയ്ത് കളയരുത്. ഒരിക്കലും പ്രേക്ഷകർ കാണുന്നു. ഷാഹുൽ ഉരുളുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. അതായത് ഒരു മനുഷ്യന് വായിച്ചു നോക്കാൻ പറ്റാത്ത രീതിയിൽ വിവിപാറ്റുകൾ കൊടുത്ത ഒരു വിവിപാറ്റ് എന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? സോറി, വിവിപാറ്റ് അല്ല, നമ്മുടെ എന്താ എന്റെ ചങ്ങാതി വിവിപാറ്റ് നിങ്ങൾ മറ്റേ വോട്ടിംഗ് മെഷീനെ ഞെക്കുമ്പോൾ വരുന്ന സാധനമാണ് വിവിപാറ്റ്. അതാണ് വിവിപാറ്റ്. ആ വിവിപാറ്റിന്റെ ഇതല്ലേ കൊടുത്തിരിക്കുന്നത്. ആ വിവിപാറ്റിൽ ആ വോട്ട് ചെയ്ത വിവിപാറ്റ് ഒരാൾക്കും കൊടുക്കത്തില്ല. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ എന്താണ് ആ കൊടുത്തിരിക്കുന്ന സംഗതി? എന്താ അപ്പം എന്താ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്നത്? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഞാൻ പോകുന്നു. ബൈ.